ഹായ് ഗൈസ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അതിനുവേണ്ടി നമ്മൾ ഒരു 1.5 കിലോ ബീഫ്, നല്ല നെയ്മയൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫാണ്. അത് നമ്മൾ നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി വാരി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അത് കുക്കറിലേക്ക് പകർത്തുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം, സോൾട്ട്, ടർമറിക് പൗഡർ, 1 tablespoon ടർമറിക് പൗഡർ ഇട്ടു. ഇനി നമ്മൾ 3 സ്പൂൺ ഓഫ് കോറിയാണ്ടർ പൗഡർ, 2 സ്പൂൺസ് ഓഫ് ചില്ലി പൗഡർ, then 3 സ്പൂൺ ഓഫ് പെപ്പർ പൗഡർ. ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് കൂടി കഴിക്കുന്ന കാരണം പെപ്പർ ഇച്ചിരി കൂടുതൽ ഇടുന്നത് കേട്ടോ. ഫെനൽ സീഡ്സ്, ഇത്തിരി വേപ്പില, ആൻഡ് ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് അല്ല, ഞാനിവിടെ തന്നെ ചതച്ചതാണ്. ഞാൻ അതിൻ്റെ അകത്തൊരു ഗാർലിക് ഒരു 6-7 പീസ് എടുത്തിട്ടുണ്ട്. ഒരു ജിഞ്ചർ ഒരു ഹാഫ് പീസ് ജിഞ്ചർ. ഇനി നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം കുക്കറിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ബീഫ് കുക്കറിൽ വെക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം വന്നോളൂ. അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇത്തിരി മസാലപ്പൊടി കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 2 സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗരം മസാല ആഡ് ചെയ്താലേ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 വിസിലടിക്കുന്നവരെ ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി കൂടുതൽ ഓയിൽ ഇരുന്നാലും ഫ്രൈ ചെയ്യാനായിട്ട് ഉള്ളതുകൊണ്ട് നല്ലതാണ്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് മസ്റ്റാർഡ് പൗഡർ ഒരു 1 ടീസ്പൂൺ കൊടുക്കുക. മസ്റ്റാർഡ് സീഡ്സ് നന്നായിട്ട് പൊട്ടിയതിനു ശേഷം ഇത്തിരി ഫെനൽ സീഡ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ്, ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഇനി നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ആഡ് ചെയ്യാം. ചെറിയ ഉള്ളി എത്ര ഇട്ടാലും നല്ലതാണ്, ടേസ്റ്റ് കിട്ടത്തുള്ളൂ, നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. ഇനി ഇത്തിരി കറി ലീഫ് കൂടി ആഡ് ചെയ്യാം. കറി ലീഫ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് ചുമന്ന് വന്നു തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കാതെ അടുപ്പത്ത് വെച്ചിട്ടായാലും ഇഷ്ടംപോലെ വെള്ളമായി. ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് വെള്ളം വറ്റിക്കണം. വെള്ളം വറ്റുന്നവരെ നമ്മൾ ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം, എങ്കിലേ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. ഒരു 10-15 മിനിറ്റ് നേരം എടുത്തു ഇത്. ഹായ് സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ അടിപൊളി ബീഫ് ഫ്രൈ ചൂടോടെ നല്ല ആവി പറക്കുന്ന ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ വരുമ്പോഴേക്കും ബൈ.